അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. കൈൻ മാസ്റ്റർ എഡിറ്റിംഗ് വീഡിയോ ട്യൂട്ടോറിയൽ ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോ അവസാനം വരെ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായി നിങ്ങളുടെ വീഡിയോകൾക്ക് അനുയോജ്യമായ ഇൻട്രോകൾ നിങ്ങൾക്ക് സ്വയം നിർമ്മിക്കുവാൻ പഠിപ്പിക്കുന്ന ലളിതമായ ഒരു വീഡിയോയാണ്. ഒട്ടും തന്നെ സ്കിപ്പാക്കാതെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമ്മുടെ കൈൻ മാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമേഷൻ ഇൻട്രോകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി സെലക്ട് ആസ്പെക്ട് റേഷ്യോ എന്നുള്ളതിലെ 16.9 എന്നുള്ള സ്ക്രീൻ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ മനോഹരമായ ഇൻട്രോകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്ത പ്രിയ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഏതൊരു ആനിമേഷൻ ഇൻട്രോയുടെയും ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ കളർഫുള്ളായിട്ട് ഇതുപോലെ എങ്ങനെ ആക്കാം എന്നുള്ള പാഠമാണ്. ഏതൊരു വീഡിയോ കൊണ്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ ഉണ്ടാക്കുവാൻ കഴിയും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. താരതമ്യേന കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളും കളർഫുള്ളും എഫക്റ്റീവുമായ ബാക്ക്ഗ്രൗണ്ട് വീഡിയോകളാണ് ഞാൻ സ്വന്തമായി ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് മാത്രം. ഇവിടെ നമ്മളിപ്പോൾ മീഡിയ ബ്രൗസറിലെ ഈ സ്റ്റോറേജ് എന്ന ഫോൾഡറിലാണ് കയറേണ്ടത്. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വീഡിയോകളുള്ള ഒരു ഫോൾഡറിൽ കയറുക. നിങ്ങൾക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഫോർ ന്യൂ എഡിറ്റിംഗ് എന്നുള്ള ഈ ഫോൾഡറിലാണ് ഞാനിത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോൾഡർ ഞാനിവിടെ തുറക്കുന്നു. ഈ കാണുന്ന വീഡിയോകളും ഇൻട്രോകളുമാണ് നമുക്കിന്നത് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുവാനുള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോകളെല്ലാം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ഡൗൺലോഡ് ചെയ്ത് ഇതിനായി ഉപയോഗിക്കുക. ആദ്യം ഞാൻ ഈ ചിന്നിമിന്നി തിളങ്ങുന്ന കളർഫുൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഇത് ചെയ്ത് കാണിക്കാം. അതിനായി ആദ്യം നമ്മൾ ഈ കളർഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു. ഇത് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ വീഡിയോ ഇതുപോലെ വർക്ക് ചെയ്യുന്നതായി കാണാം. നമ്മളിവിടെ ഈ നീല ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എഡിറ്റിംഗ് ചോയ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഇൻട്രോ സെലക്ട് ചെയ്ത് വെക്കണം. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മീഡിയ, ലെയർ എന്നീ രണ്ട് ഫോൾഡറുകൾ നമ്മളിവിടെ കാണുന്നുണ്ടെങ്കിലും ഒരിക്കലും മീഡിയ എന്ന ഫോൾഡറിൽ നമ്മൾ ഇപ്പോൾ കയറരുത്. ലെയർ എന്ന ഈ ഓപ്ഷനിലാണ് കയറേണ്ടത്. ലെയർ എന്ന ഈ ഫോൾഡറിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ 5 ഓപ്ഷനുകൾ ഇവിടെ പ്രത്യക്ഷമാകും. ഈ 5 ഓപ്ഷനുകളിൽ നിന്നും ഏറ്റവും മേലെ കാണുന്ന മീഡിയ എന്ന ഫോൾഡറാണ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതേ വീഡിയോയിൽ നേരത്തെ ചെയ്തതുപോലെ അതേ ഫോൾഡറിൽ കയറി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഇൻട്രോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് പഠിച്ച അതേ വീഡിയോയിലെ അതേ ഇൻട്രോ കൊണ്ട് തന്നെയാണ്. ഇവിടെ ഞാൻ സന്ദർഭോചിതം അറിയാത്തവർക്ക് വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്ക് കൂടി പഠിപ്പിക്കുകയാണ്. എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേലെ വെക്കുന്ന വീഡിയോയോ ഇമേജോ കറക്റ്റ് പൊസിഷനിൽ വരുവാൻ വേണ്ടി നമ്മൾ മാനുവലായി എത്ര ചെയ്താലും കറക്റ്റ് ആയിക്കൊള്ളണം. അതേസമയം സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് കാണുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ എന്നതിലെ സെറ്റ് ആസ് ഡിഫാൾട്ട് എന്നുള്ള ഈ ചോയ്സ് തിരഞ്ഞെടുത്താൽ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് നമ്മുടെ വീഡിയോയും ഇമേജും കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കുവാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു വെച്ച അബ്ദുൽ കരീം CA മാഞ്ഞാലി എന്നുള്ള ഇൻട്രോ നമ്മൾ ഇതിനായി ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പണാക്കി പ്ലേ ചെയ്ത് നോക്കുന്നു. ഇൻട്രോ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഫിറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഇൻട്രോയുടെ നീളവും കഴിഞ്ഞ് ബാക്കി വരുന്ന ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കട്ട് ചെയ്ത് ഇതുപോലെ ഒഴിവാക്കുകയും ചെയ്യുക. കട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ വിരൽ കൊണ്ട് വലിച്ചു നീട്ടാവുന്നതുമാണ്. ഇത്രയൊക്കെ ചെയ്താൽ നമ്മുടെ ഇൻട്രോയുടെ ബാക്ക്ഗ്രൗണ്ടും കളർ ആനിമേഷനും ചേഞ്ച് ആയോ? ഇല്ല, ആയിട്ടില്ല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്.
കളർ ചേഞ്ച് ആകണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അതിൽ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഈ 3 ഓപ്ഷനിൽ 2 എണ്ണവും ഫുള്ളാക്കി കൊടുക്കുക. ആദ്യത്തേത് ഡിഫോൾട്ടായിട്ടും തന്നെ അഥവാ ഉണ്ടായിരുന്നത് പോലെ തന്നെ വെക്കുകയും ചെയ്യുക. പ്ലേ ചെയ്ത് നോക്കിയാൽ ഇപ്പോഴും നമ്മുടെ ഇൻട്രോയുടെ ബാക്ക്ഗ്രൗണ്ട് കളറോ ആനിമേഷനോ ചേഞ്ച് വന്നിട്ടില്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും നമ്മൾ താഴെയുള്ള ഇൻട്രോ വീഡിയോയുടെ ബാറിൽ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ എഡിറ്റ് ചെയ്യുവാനുള്ള കുറച്ച് ഓപ്ഷനുകൾ നമുക്ക് തരും. ഇതിൽ നിന്നും ക്രോമ കൈ എന്നുള്ള ഈ സംഭവം എനേബിൾ ആക്കുക. ഇവിടെ നമ്മൾ ഈ കാണുന്ന മറ്റൊരു ഓപ്ഷനുകളും തൽക്കാലം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നമ്മൾ ഈ നീല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 2 പെൺകുട്ടികളുടെ രൂപമുള്ള ഈ ഗ്രാഫാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഇന്നും ഔട്ടുമായ ഗ്രാഫുകൾ ഇതുപോലെയാക്കി വെക്കുക. ശേഷം നമ്മൾ ഈ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ഗ്രാഫ് എടുത്ത് ആദ്യത്തേത് ഡിഫാൾട്ടാക്കിയും ബാക്കി 2 എണ്ണം ഇതുപോലെ ഫുള്ളാക്കി വെക്കുകയും ചെയ്യുക. ഇത്രയൊക്കെ നമ്മൾ ഭംഗിയായി ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബ്ലെൻഡിങ് എന്നുള്ള ഈ ഓപ്ഷനാണ്. ബ്ലെൻഡിങ് എന്നുള്ള ഈ ഫോൾഡർ തുറന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ഓപ്ഷനുകൾ നമുക്ക് കാണുവാൻ കഴിയും. നോർമൽ, ഓവർലി, മൾട്ടി സ്ക്രീൻ, സോഫ്റ്റ് ലൈറ്റ്, ഹാർഡ് ലൈറ്റ് എന്നിങ്ങനെയുള്ള കുറച്ച് ഓപ്ഷനുകൾ. ഇവിടെ നമ്മൾ പല വിധത്തിലുള്ള ഇൻട്രോകൾക്കും ബാക്ക്ഗ്രൗണ്ടുകൾക്കും പല വിധത്തിലുള്ള ഒപ്പോസിറ്റികളാണ് തിരഞ്ഞെടുക്കേണ്ടതെങ്കിലും നമുക്കിവിടെ ഇപ്പോൾ തൽക്കാലം മൾട്ടി എന്നുള്ള ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇവിടെ ഈ മൾട്ടി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോൾ ഇൻട്രോയുടെ ബാക്ക്ഗ്രൗണ്ട് ആനിമേഷനും കളറുകളും മാറിയത് ശ്രദ്ധിക്കുക. ഈ ഇൻട്രോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ആനിമേഷൻ മാറിയോ എന്നറിയുവാൻ നമുക്കൊന്ന് ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ഇൻട്രോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ആനിമേഷൻ 100% വളരെ ഭംഗിയായിട്ട് മാറിയിരിക്കുന്നു. സേവ് ചെയ്യുന്നതിന് മുമ്പ് പ്ലേ ബട്ടൺ അമർത്തി വേണമെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കാണുവാനും കഴിയും. ശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഷെയർ ബട്ടണും എക്സ്പോർട്ട് ബട്ടണും അമർത്തി വീഡിയോ സേവ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാഷാ അല്ലാ, ഈ ഇൻട്രോ വീഡിയോ മനോഹരമായിരിക്കുന്നു. ഇത് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടി ഈ ഇൻട്രോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ആനിമേഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനായി നമുക്ക് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ വീഡിയോകളുടെ ഫോൾഡറിൽ കയറുക. അങ്ങനെ ഞാൻ ചെയ്തു വച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ വീഡിയോയുടെ ഈ ഒരു പുതിയ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഇതിനായി ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ഇൻട്രോ വീഡിയോയുടെ നീളത്തേക്കാൾ കൂടുതലുള്ള ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ വീഡിയോ കട്ട് ചെയ്ത് കളയുന്നു. നമുക്കാവശ്യമില്ലാത്ത വീഡിയോയുടെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുവാൻ വേണ്ടി ഈ കത്രികയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ടച്ച് ചെയ്ത് വലതു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇത് ടച്ച് ചെയ്താൽ വലതു ഭാഗത്തുള്ള വീഡിയോ കട്ട് ചെയ്ത് പോകും. ഇടത് ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഭാഗം ടച്ച് ചെയ്താൽ ഇടത് ഭാഗത്തുള്ള വീഡിയോയും കട്ട് ചെയ്ത് ഒഴിവാകുന്നതാണ്. ഇവിടെയും നമ്മുടെ ഇൻട്രോയുടെ നീളത്തിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വീഡിയോയും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള റെസൊല്യൂഷനിൽ സേവ് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ കൊണ്ടുവന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ വശ്യമനോഹരമായ ഭംഗിയിലാണ് നമ്മൾ ആദ്യം മുതൽ ചെയ്തു പഠിച്ച ഇൻട്രോയുടെ വീഡിയോ ഇവിടെ നമുക്ക് ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ വീഡിയോകളുടെ ആനിമേഷൻ ഇൻട്രോകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ നിങ്ങളെ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഈ ആനിമേഷൻ ഇൻട്രോ എങ്ങനെയാണ് ഞാൻ ഫിറ്റ് ചെയ്തത് എന്ന് നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിനായി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ തന്നെ ചെയ്തു വെച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ വീഡിയോ ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ അനുയോജ്യമായ കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇൻട്രോയും ഫിറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട് പഠിച്ചതുപോലെ ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ആകുവാൻ വേണ്ടിയാണ് ഞാൻ ഇത് ആവർത്തിച്ച് ഒന്നുകൂടി കാണിക്കുന്നത്.
നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലെ വളരെയധികം ഉപകരിക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് കളർഫുൾ ബ്യൂട്ടിഫുൾ ആനിമേഷൻ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത് നിങ്ങളുടെ മൊബൈലിൽ ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇത്തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമേഷൻ വീഡിയോയുടെ നിർമ്മാണത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഇതുപോലെയുള്ള ആനിമേഷൻ ഇൻട്രോ കളർഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വീഡിയോകൾ. ഇതിന് വളരെ അനുയോജ്യമായ ഈ ബ്യൂട്ടിഫുൾ കളർഫുൾ ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിലെ ഗാലറികളിൽ സൂക്ഷിക്കുക. വീഡിയോ അവസാനം വരെ കണ്ട എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.